കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗവും കേരളത്തിലെ തന്നെ ഏറ്റവും ചുറുചുറുക്കുള്ള നേതാക്കളിൽ ഒരാളുമാണ് ഡോക്ടർ ശശി തരൂർ. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ 2009 ശേഷം അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. തുടരെ 4 വിജയങ്ങൾ. അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾ വ്യാവസായിക രംഗവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുമ്പോൾ അതിലെ ലേഖനത്തിലെ ചില വരികൾ ആരോ എവിടെയോ പറഞ്ഞു എന്ന് പറഞ്ഞ് അത് ഇടതുപക്ഷത്തിനെ അനുകൂലിക്കുന്നു എന്ന രീതിയിൽ ആക്കി തീർക്കാൻ ആരാണിത്ര ധൃതി കാണിച്ചത്? അതിനു വേണ്ടി കുഴലൂതി ആ രീതിയിൽ അതിനെ വഷളാക്കാൻ എം ഹസൻ അടക്കമുള്ള കേരളത്തിലെ ചില ലോക്കൽ നേതാക്കൾ ശ്രമിച്ചത് എന്തർത്ഥത്തിലാണ്? ഹസനെ പോലുള്ള ലോക്കൽ നേതാക്കൾ, ഒട്ടും ജനകീയരല്ലാത്ത നേതാക്കൾ, അവരൊക്കെ അധികാരത്തിൻ്റെ അപകർഷണത്തിന് വേണ്ടിയും വലിയ രീതിയിൽ സുഖ സൗകര്യങ്ങൾ ആസ്വദിക്കുന്നതിന് വേണ്ടി പറ്റിക്കൂടിയ ഇത്തൾ കണ്ണികൾ തന്നെയാണ്. ശശി തരൂറിന് ഹസനെ പോലെ പാർട്ടിയിൽ വലിഞ്ഞു കയറി നിൽക്കേണ്ട കാര്യമില്ല. ശശി തരൂറിന് ഒരാളുടെയും ഔദാര്യവും വേണ്ട. കാരണം അദ്ദേഹത്തിൻ്റെതായ ഒരു ഗ്രാഫുണ്ട്, ഒരു സ്പേസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് നോക്കിയാൽ നമുക്കത് അറിയാൻ കഴിയും. ഒരു മികച്ച രീതിയിലുള്ള നോവലിസ്റ്റും നോൺ ഫിക്ഷൻ റൈറ്ററും മികച്ച സാഹിത്യകാരൻ എന്ന രീതിയിൽ തന്നെ അദ്ദേഹത്തിനെ അറിയപ്പെടാം. ഇന്ത്യൻ റൈറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് എന്ന ഒരു പേപ്പർ ഉണ്ടെങ്കിൽ ശശി തരൂർ എന്ന വാക്ക് അല്ലെങ്കിൽ ഒരു പേര് അത് വിട്ടുകൊണ്ട് ഒരിക്കലും പറയാൻ കഴിയില്ല. അത്ര മികച്ച രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. കോൺഗ്രസിലേക്ക് എത്തിയതിന് ശേഷം അദ്ദേഹത്തിന് വലിയ രീതിയിൽ തിരുവനന്തപുരത്തെ ലോക്സഭാ മണ്ഡലത്തിനുള്ളിലെ ജനങ്ങൾ ഹാർദവുമായി തന്നെ അദ്ദേഹത്തിനെ സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് മനസ്സിലാകാത്തത് അദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ല. ഹൈക്കമാൻഡ് അദ്ദേഹത്തിനെ വിളിച്ചത് ശാസിക്കാൻ വേണ്ടിയുമല്ല, ആശയവിനിമയം നടത്താനും സംവദിക്കാനുമാണ്. 2022 ശേഷം രാഹുൽ ഗാന്ധിയും ശശി തരൂറുമായി കൂടിക്കാഴ്ച പോലും നടത്തിയിട്ടില്ല. സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് തരൂർ ചെന്നത് കൃത്യമായും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കാൻ തന്നെയാണ്. ശശി തരൂറിനെതിരെ തുടക്കം മുതൽ വെടിപൊട്ടിച്ച കോൺഗ്രസിലെ ചില നേതാക്കൾ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് ഇവരുടെ ആരുടെയും സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. ഇവരാരും പറഞ്ഞെന്ന് കരുതി ശശി തരൂറിന് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലുള്ള ജനപ്രീതി കുറയുകയുമില്ല. കോൺഗ്രസിലെ എടുപ്പുള്ള നേതാക്കളിൽ ചുരുക്കം ചിലരിൽ ഒരാൾ തന്നെയാണ് അദ്ദേഹം. മറ്റ് പലരും ജനകീയരല്ല എന്ന രീതിയിലേക്ക് മാറുമ്പോഴും ശശി തരൂറിന് ഒരു രീതിയിലും മങ്ങലേൽക്കുന്നില്ല. അദ്ദേഹത്തിന് വലിയ രീതിയിൽ പാർട്ടിക്ക് അതീതമായുള്ള ജനപിന്തുണയുണ്ട്. അതുതന്നെയാണ് കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തിനെ ഇപ്പോഴും ഹൈപ്പ് ചെയ്യുന്നത്. കോൺഗ്രസിനകത്ത് തന്നെ തിരുത്തൽ ശക്തിയാകാൻ കഴിവുള്ളൊരു നേതാവ്, നല്ലതിനെ നല്ലതെന്ന് പറയുന്നതിൽ അദ്ദേഹത്തിന് യാതൊരു തെറ്റുമില്ല. തരൂറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വികസനമാണ് പ്രാധാന്യം. വികസനവുമായി ബന്ധപ്പെട്ട് ആരുമായും കൂട്ടുകൂടാൻ തയ്യാറാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് കൃത്യമായി അറിയാം, അദ്ദേഹത്തിനെ ചൊറിയാൻ ചെന്നിട്ട് കാര്യമില്ല. കോൺഗ്രസിൻ്റെ ഒരു അസറ്റായിട്ടുള്ള അദ്ദേഹത്തിനെ മറ്റു പാർട്ടിയിലേക്ക് പാലം വലിക്കാൻ, ഇടനില കളിക്കാൻ പലരും ശ്രമം നടത്തുന്നുണ്ട്. അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുറപ്പിക്കലാണ് ഹൈക്കമാൻഡ് ചെയ്തത്. ശാസിക്കുകയല്ല, അദ്ദേഹത്തിനോട് സംവദിക്കുകയും ആശയവിനിമയം നടത്തുകയുമാണ് ചെയ്തത് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു AICC നേതൃത്വം.